ഹലോ ഗൈസ്, എല്ലാവർക്കും ജോൽ മാജിക് ഹോമിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മളൊരു നല്ല മനോഹരമായൊരു കാഴ്ചയാണ് ആയിട്ടാണ് വന്നേക്കുന്നത്. ആ കാഴ്ച എന്താണെന്ന് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനുമായിട്ട് കാണണം കേട്ടോ. നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാം. നിങ്ങൾക്കും കണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ വരിക കേട്ടോ. അപ്പോൾ ഗൈസ്, അതെന്തുവാണെന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമുക്ക് ഇവിടുന്നൊരു 10 മീറ്ററൊക്കെ പോയി കഴിയുമ്പോൾ ഗൈസ് ഒരു മരമുണ്ട്. ആ മരത്തിൽ ഗൈസ്, ആ മരത്തിൽ നിറച്ച് പഴമുണ്ട്. ഒരു റെഡ് പഴമുണ്ട് കേട്ടോ. ആ പഴം കഴിക്കാൻ വേണ്ടി ഗൈസ് കുറേ തത്തകളും പിന്നെ വേറെ കിളികളൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഇന്നലെ അച്ചാച്ച കണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പഴം ചെറിയതാണ് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ തത്തയ്ക്ക് നമ്മൾ പറിച്ച് ഇച്ചിരി കൊടുത്തു. അപ്പോൾ ഗൈസ്, ഇന്ന് നമുക്ക് ആ തത്തകളുണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ ഗൈസ്. ചിലപ്പോഴെങ്കിലേ കാണത്തുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മൾ ആ സ്ഥലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അമ്മേ, അപ്പോൾ ഗൈസ്, നമ്മൾ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഇനി തത്ത ഉണ്ടോയെന്ന് എനിക്ക് അനക്കില്ല കേട്ടോ. അനക്കൊന്നും അറിയില്ല. അനങ്ങൊന്നും ഇല്ല ഗൈസ്. ഇനി തത്ത എന്തോന്ന് അറിയത്തില്ല ഗൈസ്. നമുക്ക് പോവാട്ടോ. എന്തായാലും ഇവിടെ വരെ ഒന്നുമല്ല, കയറി പോയി നോക്കിയിട്ട് നമുക്കൊന്ന് വരാം കേട്ടോ. സൗണ്ട് കേൾക്കുന്നു. പയ്യെ സംസാരിക്കടാ, പയ്യെ പറയാൻ പോകും ചിലപ്പോൾ. അപ്പോൾ ഇന്നലെ ഞാൻ റബ്ബർ തെളിക്കാൻ വേണ്ടി വന്നപ്പോൾ കണ്ടാണ് കേട്ടോ. ഇന്നിപ്പം ഞങ്ങൾ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പം അതിലൊന്നും അനക്കമൊന്നും കാണുന്നില്ല. ഇന്നലെ നിറയെ ഉണ്ടായിരുന്നു, ഒരു 10-50 അടുത്തുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ കുറേ പറന്നുപോയി. ഇപ്പം നോക്കട്ടെ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് ഈ മരത്തിലാട്ടോ ഞാൻ കണ്ടത്. നിങ്ങൾ കാണുന്നുണ്ടോ ഇത് അത് നിറയെ ചുമന്ന പഴങ്ങളുണ്ട്. നിലത്തൂടെയൊക്കെ നിറയെ വീണ് കിടപ്പുണ്ട്. ഈ ടൈപ്പ് പഴങ്ങളാണ് കേട്ടോ, ഈ സൈസ് പഴങ്ങളാണ്. ഇതിൽ നിറയെ ഉണ്ട്. പക്ഷെ ഇപ്പം തത്തയാ കാർന്ന കേട്ടോ. നമുക്ക് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ഉണ്ടോ, ആ കരയുന്നില്ലേ, അത് തത്ത ദൂരെ നിന്ന് തത്തകൾ കരയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിവിടെ വെയിറ്റിങ്ങാണ്. നല്ല കൊതുക. അപ്പം കണ്ടോ കരയുന്ന കേൾക്കുന്നു. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്ത് അതിനെ കാണും. നമ്മൾ തിന്നുന്നൊന്നുമല്ല, കിളികളല്ല തിന്നുന്നേ. മിട്ടുവിന് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. കുറച്ച് നേരം കുറേ നേരം. ഇവിടെ ചുറ്റിനും കാടാട്ടോ. കാടല്ല, പറമ്പ് തന്നെ. ഇവിടെ ഇങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയ്ക്കകത്ത് പറഞ്ഞില്ലായിരുന്നു, കുറേ സ്ഥലം തെളിച്ചിട്ട് ഏലം വെക്കണം. ആ സ്ഥലമാണ്. ഇവിടെ അങ്ങനെ വലിയ ഇങ്ങനെ കൃഷിയൊന്നുമില്ല. 2-3 കൊക്കോക്കെ അവിടെ കൊക്കോയൊക്കെ ഉള്ളൂ ഇവിടെ. ഞാനാ പറഞ്ഞ കട്ടൻ പയർ കയറി കിടന്നിട്ട് എല്ലാം നശിച്ചു പോയതാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുത്തിട്ട് കൃഷി ചെയ്യണം. അപ്പോൾ അവിടെയാണ് ഈ മരം. എന്തോ സൈസ് കാട്ടിയടി, എനിക്കറിയത്തില്ല. അപ്പച്ചനറിയായിരിക്കും ഇതിൻ്റെ പേരൊക്കെ. ഇത് നേരത്തെ, അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോൾ ഈ താഴെ ഒരു ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വരുമായിരുന്നു. അപ്പോൾ അവിടെ നിറയെ വരുമ്പോൾ ഞങ്ങളിങ്ങനെ നോക്കി കാണുമായിരുന്നു. അതേ സെയിം മരം തന്നെയാണിത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് വരാവുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ. വെയിറ്റ് ചെയ്ത് നിങ്ങൾ എന്തായാലും ഞങ്ങൾ കാണിച്ചു തരും. ഞങ്ങളിത് ഇവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെ റബ്ബർ വെട്ടിയിട്ട് പോയായിരുന്നു. റബ്ബർ തെളിക്കുന്ന കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ തെളിച്ചിരുന്നു. അപ്പോൾ അത് തെളിച്ചതിൻ്റെ ഇന്നലെ മഴ പെയ്ത് കഴിഞ്ഞപ്പം നല്ല പാലുള്ള. അപ്പോൾ അതുകൊണ്ട് 2 ചിരട്ട വെച്ചിരിക്കുക. ഇത് പാലല്ല കേട്ടോ, പാല് വീണതിനകത്ത് വെള്ളം വീണതാണ്. ഇന്നലെ മഴയുണ്ടായിരുന്നു രാത്രിക്ക്. ഇത് പാലല്ലേ? അല്ല, വെള്ളവും പാലും കൂടെ മിക്സായി കിടക്കുന്ന. അപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുക കേട്ടോ. കുറച്ച് സമയത്തിനുള്ളിൽ വരും. അത് വരുമ്പോൾ ഞങ്ങൾ എന്തായാലും കാണിച്ചു തരാം. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങളെ കൂടെ കാണിച്ചു തരാൻ വേണ്ട അതാ വെയിറ്റ് ചെയ്യുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ഞാൻ ഇന്നലെ വീട്ടിൽ വന്ന് ഞാനേ കണ്ടുള്ളൂ, ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. റബ്ബർ ഒട്ടുപാൽ എന്നൊക്കെ പറയും. അതിനകത്തിട്ടോ.
അപ്പോൾ ഗൈസ് ഞാനിവിടെ ഇരുന്നിരുന്ന് മടുത്തു. പിള്ളേർ കുറേ നേരം വെയിറ്റ് ചെയ്ത് അവർക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ വിശക്കാൻ തുടങ്ങിയപ്പോൾ വീട്ടിൽ പോയി. അപ്പം ഇതേ ഫൈനലി ലാസ്റ്റ് ഒരു 10:15 കൂടി തത്തകളൊക്കെ വന്നു ഗൈസ്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പതിയെ അങ്ങോട്ട് പോയാലേ കാണത്തുള്ളൂ. പിള്ളേരെ ഞാൻ ഫോണിൽ വിളിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് അപ്പുറം ചെറിയ പണിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനു വേണ്ടി അങ്ങോട്ട് പോയി. അപ്പോഴത്തേക്കും തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ സംഭവം വന്നിട്ടുണ്ട്. പറന്ന് പോകുമെന്നറിയില്ല. നിങ്ങൾക്ക് കാണാമോയെന്നറിയില്ല. ഒരെണ്ണം പറന്നു പോയി. അടുത്ത് രണ്ടാമത്തെ പോയി. നിങ്ങൾക്ക് കാണാമോ? പറന്ന് നടക്കുന്ന കാണാമോ ഗൈസ്? ഇപ്പം ഇന്ന് അധികം വന്നിട്ടില്ല. 2-3 ആണോ? അവർ തിന്നിട്ട് താഴോട്ട് കാ വീഴുന്നുണ്ട്. ഇപ്പോൾ ഇരിക്കുന്ന 1, 2, 3, 4 ഇരിപ്പുണ്ട് അതിൻ്റെ മണ്ടയ്ക്ക്. നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഗോപ്രോയിൽ സൂമിങ് ഇല്ലാത്തതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അവിടെ പറക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ? എന്തായാലും കാണാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല എന്ന് ഇത് ഈ താഴെ ഒരെണ്ണം ഇരിപ്പുണ്ട്. ഇത് കണ്ടോ? കാണാവോ? അതിപ്പം പയ്യെ നമ്മുടെ സൗണ്ട് കേട്ടോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്.